ഇനി വാർത്തകളിലേക്ക് വിശദമായി പോകാം. നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചതിനെ തുടർന്ന് കോതമംഗലത്ത് 23-കാരി സോന എൽദോസ് ജീവനൊടുക്കിയ കേസിൽ പ്രതി റമീസിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതെ പോലീസ്. റമീസും മാതാപിതാക്കളുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെങ്കിലും ഇതുവരെ ഇവരെ ചോദ്യം ചെയ്തിട്ടില്ല. സോനയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് ആരാണ് കാരണക്കാർ എന്ന്. അക്കൂട്ടത്തിൽ റമീസിന്റെ മാതാപിതാക്കളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല? കൃഷ്ണരാജ്, റമീസിനെതിരെയും അതോടൊപ്പം തന്നെ റമീസിന്റെ വീട്ടുകാർക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ എടുത്തൊരു സമീപനം അതൊരു നിസ്സംഗതയോട് കൂടിയത് ആയിരുന്നു. കാരണം ആദ്യം പോലീസ് എത്തിയ സമയത്ത് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിന് മനസ്സിലാകുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത്. അത് ആ ആത്മഹത്യാക്കുറിപ്പിലും പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസ് പറഞ്ഞത് ഈ പറയുന്ന സോനയുടെ സഹോദരൻ ബേസിലിനോട് പറഞ്ഞിട്ടുള്ളത് ഈ മതപരിവർത്തനത്തിന്റെ കാര്യമൊന്നും മറ്റാരോടും പ്രത്യേകിച്ച് മാധ്യമങ്ങളോടൊന്നും തന്നെ പറയണ്ട, വലിയ പ്രശ്നമാകുമെന്നായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതിന് ശേഷം കുടുംബത്തോട് പറഞ്ഞത്. ഇക്കാര്യം നമ്മളോട് പറഞ്ഞത് ബേസിൽ തന്നെയാണ്. അത്തരത്തിൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ ഈ മതപരിവർത്തന ശ്രമം ഉണ്ടായി എന്നുള്ള വസ്തുത പുറം ലോകം അറിയരുത് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ജനൻ TV ഉൾപ്പെടെ ആ വാർത്ത പുറത്തു വന്നതോടുകൂടി, ആ വാർത്ത കൊണ്ടുവന്നതോടുകൂടിയാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെ വീണ്ടും റമീസിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പിന്നീട് റമീസിനെ പ്രതി ചേർക്കുകയുമായിരുന്നു. പ്രതി ചേർത്തപ്പോൾ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് ആത്മഹത്യാ പ്രേരണ കുറ്റം, അതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ഉപദ്രവം ഏൽപ്പിക്കൽ, പിന്നീട് ചേർത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് റമീസിനെതിരെ കോതമംഗലം പോലീസ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ റമീസിന്റെ വീട്ടുകാർക്കെതിരെ നിലവിൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അത്തരമുള്ള നടപടിയിലേക്കൊന്നും തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിട്ടുമില്ല. കാരണം ഈ ഒരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ മതി എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ കോതമംഗലം പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഒരു മന്ദഗതിയിലേക്ക് പോകുന്നത്. നമ്മൾ പലതവണ അവരെ വിളിച്ച സമയത്ത് അവർ പറയുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ്, ഉടൻ തന്നെ റമീസിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തതിനു ശേഷം അവരെയും കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ 2 ദിവസം പിന്നിട്ടിട്ടും കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടായിട്ടുമില്ല. നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്ന് ഈ പറയുന്ന സോനയുടെ വീട്ടുകാരും സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലും വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റമീസും അതോടൊപ്പം തന്നെ റമീസിന്റെ വീട്ടുകാരുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്നാണ് ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ്. റമീസിനെ ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. എന്തായാലും റമീസിന്റെ വീട്ടുകാരെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇതിപ്പോൾ ഈ വീട്ടിലുള്ളവർ റമീസിന്റെ മാതാപിതാക്കൾ ഈ കുട്ടിയെ സമീപിച്ച് മതം മാറണം എന്ന് പറഞ്ഞു എന്നാണല്ലോ. എന്നിട്ടും അത് വ്യക്തമായിട്ടും അതിപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ പറയണമെന്നില്ല. ഇവരെ കരുതി കൂടിയാണ് ഞാൻ മരിക്കുന്നത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ ഈ കുട്ടിയെ കാണാൻ വന്നിരുന്നുവെന്നും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്നും അങ്ങനെയെങ്കിൽ മാത്രമേ വിവാഹം നടക്കൂ എന്നും ഒക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് നിഷ്ക്രിയമാകുന്നതിന് പിന്നിലെന്ത്? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബം ഈ ആരോപണം ഉന്നയിച്ച അതേ സമയത്ത് തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പും കൂടി പുറത്തു വന്നത്. അതിൽ വ്യക്തമായിട്ട് ആ കുട്ടി പറഞ്ഞിരുന്നത് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താനായിട്ടുള്ള ശ്രമമുണ്ടായി. ആലുവയിലെ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് റമീസും റമീസിന്റെ വീട്ടുകാരും ചേർന്ന് പൊന്നാനിയിലേക്ക് പോകും. അതിനുശേഷം അതിന് തുടർന്ന് പിന്നീട് കല്യാണം നടത്താമെന്നുള്ളതായിരുന്നു വീട്ടുകാരുടെ ആ ഒരു നിലപാട്. പക്ഷെ അതിന് താൻ മുതിരാതെ ഇരുന്നതോടുകൂടിയാണ് തന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചത്. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു സോന എൽദോസ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇവിടെ നോക്കേണ്ടത് പോലീസ് ഈ വിഷയത്തെ ഗൗരവകരമായിട്ട് കണ്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ബേസിലിനോടക്കം പറഞ്ഞത് പോലീസ് ഈ മതപരിവർത്തനത്തിന്റെ ശ്രമം ഉണ്ടായി എന്നുള്ള കാര്യം പുറം ലോകം അറിയരുത്, മാധ്യമങ്ങൾ പ്രത്യേകിച്ച്
അറിയരുത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു FIR ഇട്ടുകൊണ്ട് അസ്വാഭാവിക മരണത്തിന് FIR ഇട്ടുകൊണ്ട് ഈ നടപടികൾ ചുരുക്കാമെന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലെ നിലപാട്. എന്തായാലും നിലവിൽ റമീസിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇതിന്റെ ഒരു ചേതോവികാരം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മതപരിവർത്തനം എന്നുള്ള ഒരു ആംഗിളിലേക്ക് ഈ വിഷയം കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം അങ്ങനെ മതപരിവർത്തന ശ്രമം നടന്നു, നിർബന്ധിച്ചു എന്ന് പുറത്തു വരരുത് എന്ന് പോലീസിന് നിർബന്ധമുള്ള പോലെ. അതെ, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല, അത് കെട്ടിച്ചമച്ച ഒരു നിലപാട് അല്ലെങ്കിൽ പ്രസ്താവനയാണെന്നൊക്കെയായിരുന്നു ഇടത് വലത് മുന്നണികൾ പറഞ്ഞിരുന്നത്. പക്ഷേ സർക്കാരിന് അത് വലിയ രീതിയിൽ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സോന എൽദോസിന്റെ കേസ് ഒതുക്കി തീർക്കാനായിട്ടുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തലുമായി ഒരു കുടുംബം രംഗത്ത് വരുന്നു. ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് ലവ് ജിഹാദിന്റെ സാധുത നിഷേധിക്കാൻ സംബന്ധിച്ച് അവരുടെ പ്രതിച്ഛായ അത് നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചെന്ന് വ്യക്തമായതിനെ തുടർന്ന് കോതമംഗലത്ത് 23-കാരി സോന എൽദോസ് ജീവനൊടുക്കിയ കേസിൽ പ്രതി റമീസിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഈ പോലീസിന്റെ പോക്ക് ശരിയല്ല എന്ന് വ്യക്തമാകുന്നതോടെ BJP വലിയ പ്രതിഷേധത്തിന് രംഗത്തിറങ്ങുകയാണ്. ഇന്ന് കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.